ശ്രീ ആരിഫ് ഹുസൈൻ, അങ്ങ് ഉന്നയിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. നാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒന്നും ഇക്കാര്യത്തിൽ പറയാനുണ്ടാകില്ല. അല്ല, ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാര്യമാണ്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ഇത്ര നാൾ ഈ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ട് ഇത്ര ചർച്ചകളിലും എത്ര എണ്ണത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എത്ര എണ്ണത്തിൽ പങ്കെടുത്തിട്ടും എന്താണ് ഈ വഖഫ് നിയമത്തിന്റെ കുഴപ്പമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളാണെന്ന് കരുതുന്നതിൽ പോലും ശരികേടുണ്ടെന്നാ ഞാൻ പറയാ. എന്താണ് ഇതിന്റെ പ്രശ്നം? എന്തിനു വേണ്ടിയാണ് ഈ അമെന്റ്മെന്റ്? 2 കാരണമാണ് പ്രധാനമായിട്ട് 3 കാരണമാണ് ഞാൻ പറയുന്നത്. അതിൽ 2 എണ്ണമാണ് ഇതിൽ അമെന്റ്മെന്റ് വരുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രോപ്പർട്ടി കാണിച്ചിട്ട് ഇത് വഖഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ആ പ്രോപ്പർട്ടിയിലുള്ള ആളുകളുടെ സിവിൽ റൈറ്റ്സ് നഷ്ടപ്പെടുന്നു. ആ മുനമ്പൻ നിവാസികൾക്ക് അവർക്ക് ആ ഭൂമി പോക്കുവരവ് നടത്താൻ കഴിയുന്നില്ല, അവർക്ക് കരമടയ്ക്കാൻ കഴിയുന്നില്ല. ഏത് ഭൂമി പ്രശ്നത്തിലാണ് അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ വേറെ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്നത്? ഒന്നിലും ഉണ്ടാകുന്നില്ല. ഇതിൽ അങ്ങനെ ഉണ്ടാകുന്നു. അതായത് ഇത് പരാതി ഉയരുമ്പോൾ തന്നെ പ്രശ്നമായിട്ട് മാറുകയാണ്. പരാതി ഉയരുമ്പോൾ തന്നെ റൈറ്റ്സ് നഷ്ടപ്പെടുന്നു എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. 2, ഇതിലൊരു പരിഹാരത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കോടതികളിലേക്ക് അപ്പീൽ പോകാൻ കഴിയില്ല. ട്രൈബ്യൂണൽ, വഖഫ് ട്രൈബ്യൂണലിന്റെ വിധിയാണ് അന്തിമം എന്ന് വരുന്നത് ഒരു വലിയ പ്രശ്നമാണ്. 3ാമത്തേതാണ് ഞാൻ പറയുന്ന ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതെന്താണ്? വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇതും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇവിടുന്ന് എടുത്തു കളയേണ്ട കാര്യമാണ്. ഇതെല്ലാം ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിനെതിരെ സംസാരിക്കുമ്പോൾ ഇതേപോലെയുള്ള ആളുകൾ വന്നിരുന്നില്ല. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും പറഞ്ഞില്ല. ഞാൻ ഇത്രേ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾ ആ മുനമ്പത്തുകാരെ കുടിയേറ്റക്കാർ എന്ന ആ വിളിപ്പേര് ഇനിയും വിളിക്കുമോ? നിങ്ങൾ എന്താണ് അവരിപ്പോ വിളിക്കുക? ഇതേ നമുക്ക് അറിയേണ്ടത്. അതുകൂടാതെ പാർലമെന്റ് തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമോ? കാരണം വഖഫ് ആവശ്യപ്പെട്ട അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു. വഖഫ് ആവശ്യപ്പെടുന്നു പാർലമെന്റിന്റെ കാര്യത്തിൽ. അതേപോലെ മറ്റൊരു വിഷയം കൂടി ഞാൻ ഇവിടെ ഉയർത്തി. ഇവിടെ എന്തിന് നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും പരിഹാരം വേണമെന്ന് പറയുകയും എന്നിട്ട് നിയമപരമായിട്ട് ഒരു പരിഹാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ അമെന്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ എന്തിനാണ് അതിനെ നിങ്ങൾ എതിർക്കുന്നത്? ഇതാ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണ്? മതപ്രീണനം, മുസ്ലിം പ്രീണനം തന്നെയാണ് ഇവിടെ ഉയർത്തിരിഞ്ഞത്. ഒരു അർഹത ഇല്ലാത്ത ഒരു ചോദ്യം ഞാൻ ഇവിടെ ചോദിച്ചിട്ടില്ല. ഇവർക്ക് ഉത്തരം പറയാത്ത ചോദ്യം, ഉത്തരം പറയാൻ കിട്ടാത്ത ചോദ്യം ചോദിച്ചു എന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുള്ളൂ. അതിൽ ഇദ്ദേഹം ഇറങ്ങിപ്പോയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഫോണിലായതുകൊണ്ട് കാണുന്നില്ല. പ്രേക്ഷകർക്കടക്കം മനസ്സിലാകും അദ്ദേഹം ഇറങ്ങിപ്പോയ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഇടത് നിരീക്ഷകൻ ഈ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നത് നമുക്കെല്ലാം വ്യക്തമായിരിക്കുകയാണ്.